ഞാൻ ട്രൈ ചെയ്യുന്നത് നടന്നില്ലെങ്കിൽ ഡൗട്ടേ വേണ്ട, ഡെഡ് ബോഡിയാ. നീ പേടിക്കാടാ, ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഈ പറഞ്ഞ എന്റെ കാര്യമല്ലടാ, പിന്നെ നിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാം നീയായിട്ട് വരത്തി വെച്ചല്ലേ. ഞാൻ വരട്ടെ. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും സാർ. ശരി സാർ. അളിയാ, കുഴപ്പമുണ്ടെങ്കിൽ മിസ് കാണിക്കണേ. ഓടി രക്ഷപ്പെടാനായിരിക്കും. എവിടെ അവന്മാര്? ശരിയാക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. സാർ, ഞാൻ ഫോൺ ചെയ്തില്ലേ? വാട്ട് ഫോൺ? ഇന്നലെ ഒരു പേഴ്സണൽ കാര്യം പറയണമെന്ന് പറഞ്ഞ്. ഓ, ബന്നി. സിറ്റ് സിറ്റ്. താങ്ക് യു സാർ. വാട്ട്സ് ദ മാറ്റർ? സാർ, സാർ അത് മധുമതിയെ കല്യാണം കഴിക്കാൻ പോകുന്നത്. യെസ്, ഓഫ് കോഴ്സ്, ഞാൻ തന്നെ. എന്താ കാര്യം? സാർ, അതെ. കം ഓൺ മാൻ, ടൈം പോകുന്നു. സാർ, സാർ, ഈ മാരേജ് നടന്നുകൂടാ സാർ. വാട്ട്? എന്താ എന്താ പറഞ്ഞേ? വൈ? കമോൺ കമോൺ, ടെൽ മീ. എന്താ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞേ? എന്താ നീ ഉദ്ദേശിക്കുന്നത്? കമോൺ കമോൺ. എന്റെ കല്യാണം മുടക്കാൻ വന്നാണോ? യു വാണ്ട് ടു സ്റ്റോപ്പ് മൈ മാരേജ്? നോ നോ. നീ എന്തിനാ അങ്ങനെ പറയുന്നത്? വൈ ഡിഡ് യു ടെൽ മീ ദാറ്റ്? ഏയ്, അതിനെന്തെങ്കിലും കാരണമില്ല നീ പറയില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? പറയണം. കാരണം ഉണ്ടെങ്കിൽ അത് പറയാൻ നീ പറയുന്നു. അതോ ഞാനും മധുമതിയും കുറെ നാളായിട്ട് പ്രേമത്തിലാണ് സാർ. ഞാൻ പ്രേമിക്കില്ല സാർ. ഞാൻ പ്രേമിക്കില്ല സാർ. പ്ലീസ് പ്രോമിസ് സാർ. പ്ലീസ് സാർ, പ്ലീസ് സാർ, പ്ലീസ്. നിന്റെ ജോലി എന്താ? വാട്ട്? പിസ്സ ഡെലിവറി. പിസ്സ ഡെലിവറി ബോയ്? ഷിറ്റ് ഷിറ്റ്. ആ പെണ്ണിന്റെ റേഞ്ച് എന്താണെന്ന് എനിക്കറിയോ? യു നോ മൈ സ്റ്റാറ്റസ്. അവളെ ഞാൻ മഹാറാണിയാക്കും. മഹാറാണി ആക്കൂടാ ഞാൻ. എന്നാ നീയോ? ഷിറ്റ് ഷിറ്റ്. ലുക്ക്, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്നാലും അവളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നുള്ളൂ. നിനക്ക് എന്ത് ചെയ്യാമെങ്കിലും ചെയ്തോ. ഞാൻ പൊക്കോളാം സാർ. സാർ അവളെ തന്നെ കല്യാണം കഴിച്ചോ. പക്ഷെ നിങ്ങളുടെ കല്യാണം നടക്കുന്ന ആ നിമിഷം തന്നെ എന്റെ മധുമതി സങ്കടം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്തിരിക്കും. നോക്കിക്കോ സാർ. അവള് പോയ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല. അവള് പോയിടത്തേക്ക് ഞാനും പോവും. അവള് പോയിടത്തേക്ക് ഞാനും പോവും സാർ. പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കില്ല. അല്ലെങ്കിൽ സാറ് കണ്ടോ? അടുത്ത ഡെലിവറിക്ക് സമയമായി. പോവാം. അല്ല അളിയ, ഇത് വർക്കൗട്ട് ആവൂ? പിന്നെ ആ DCP നമ്മുടെ പെർഫോമൻസിൽ ഫ്ലാറ്റ് ആയില്ലടാ. നിങ്ങൾ തമ്മിൽ പ്രേമിക്കുന്ന കാര്യം ആ DCPയോട് പറഞ്ഞൊക്കെ ശരി. ആ കാര്യം ആ പെണ്ണിനോട് പറഞ്ഞ? അവളോട് എന്തിനാടാ പറയുന്നത്? ഒരുപക്ഷെ DCP അത് ആ പെണ്ണിനോട് ചോദിച്ചാ? എന്റെ ഈശ്വര, ഇന്നാ DCPയുടെ കൈക്ക് ജോലിയാവുമല്ലോ. എക്സ്ക്യൂസ് മീ, ഇവിടെ മധുമതി തേർഡ് ഇയർ. ഒരു സെക്കൻഡ് വിളിക്കാമോ? സാറ് വുഡ് ബി അങ്ങനെ പറയൂ. ഓക്കെ സാർ. സാർ, യൂണിവേഴ്സിറ്റി കോളേജിൽ നമ്മൾ ഗംഭീരാടി സാർ. രണ്ടുപേരും സ്പോട്ടിൽ തീർന്നു പോയി സാർ. സാർ പെട്ടെന്ന് വരണം, എന്തെങ്കിലും ചെയ്യണം. ഹലോ ഹലോ സാർ, വേഗം വരണം സാർ, വേഗം വേഗം വരണം. നാളെ മുതൽ ഞാൻ കോളേജിൽ വരില്ല. കല്യാണം കഴിഞ്ഞാലും നിനക്ക് പഠിക്കാവുന്നല്ലേ ഉള്ളൂ. അതിന് അയാൾക്ക് സമ്മതമില്ലാന്ന്. മധുമതി,
കുട്ടിയെ കാണാൻ വേണ്ടി ആരോ വന്നിരിക്കുന്നു. ആരാ? ഉഡ്പിയാണെന്നാ പറഞ്ഞത്. ഇവനോ? ഏയ് ഏയ്, നീ എന്റെ ബുദ്ധിയാണെന്ന് പറഞ്ഞു. ഞാൻ എന്തിനാണോ അങ്ങനെ പറയുന്നത്? പിന്നെ എന്താ നീ പറഞ്ഞത്? നമ്മൾ രണ്ടുപേരും ലവേഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞോളൂ. What? നമ്മൾ തമ്മിൽ ലവ് ആണെന്ന് പറഞ്ഞോ? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? അയ്യോ, ആ DCP ആയിട്ട് രണ്ടുപേരും തട്ടും. അപ്പോ ആ DCPയോട് നീ പറഞ്ഞോ? അയാളോട് പറയാതിരുന്ന എങ്ങനെയാ? ഞാൻ അങ്ങനെ പറഞ്ഞതേ DCPയോടാ. DCPയോടോ? എടാ വെന്റലേ, അയാളോട് എന്തിനാ അങ്ങനെ പറഞ്ഞേ? എടോ, ആ കല്യാണം മുടക്കാൻ വേണ്ടി വേറൊരു വഴിയില്ലാത്തോണ്ടാ എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നത്. ആ DCP ഒന്ന് ചോദിച്ചാലും താൻ അങ്ങനെ പറയാവൂ പ്ലീസ്. നിന്നെ ഞാൻ പ്രേമിക്കുന്നു പറയാനോ? നോ, ഇംപോസിബിൾ. എടോ, അങ്ങനെ പറഞ്ഞാൽ തന്റെ കല്യാണം നടക്കില്ല. താൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ആ DCP എന്നെ കൊന്നുകളയും. അതുകൊണ്ടാ പ്ലീസ്. വേറെ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ പ്രേമിക്കുന്നു മാത്രം ഞാൻ പറയില്ല. പ്ലീസ്, അല്ലെങ്കിൽ DCP എന്നെ. ആർക്കാതൊരു ധൈര്യം? എന്നെ വിളിച്ച് കള്ളം പറഞ്ഞാണെന്നോ? ഷിറ്റ്, അവൻ ആരാണെന്ന് വേഗം അന്വേഷിക്കുക. ഐ ഹാവ് സം പേഴ്സണൽ വർക്ക്. നീ ഇവനെ പ്രേമിക്കുന്നുണ്ടോ? പറയാൻ. എത്ര നാളായി? 5 വർഷമായി. അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിച്ചൂടെ? പഠിത്തം പൂർത്തിയാക്കിയിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. എന്നോട് നേരത്തെ പറയായിരുന്നല്ലോ. എന്റെ സ്റ്റാറ്റസ് എന്താണെന്നറിയില്ലേ? എന്ത് സ്വപ്നങ്ങളാ ഞാൻ കണ്ടെന്നറിയോ? നിനക്ക് വേണ്ടി കാഞ്ചീപുരത്തുനിന്ന് 100 പട്ടുസാരിയാ ഞാൻ വാങ്ങിയത്. സാർ, വേണമെങ്കിൽ പട്ടുസാരി മുഴുവൻ ഞാൻ വിദ്യാഭ്യാസം. ഇക്കാര്യം നിന്റെ അച്ഛനറിയാമോ? അയ്യോ സാർ, അദ്ദേഹത്തോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. സാർ ഒരു ജെന്റിൽമാൻ ആയതുകൊണ്ട് സാറിന്. ആരാടാ പറഞ്ഞ ഞാൻ ജെന്റിൽമാൻ ആണെന്ന്? I am not a gentleman. 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 ഞാൻ ജെന്റിൽമാനേ അല്ല. I am not a gentleman. I am not a gentleman. ഏയ്, I am not a gentleman. മധു, അന്ന് കണ്ട ലെറ്റർ എനിക്കുള്ളതായിരുന്നു എന്ന് ഞാൻ എന്റെ ഡാഡിയോട് പറയട്ടെടി. ഇനി എന്ത് പറഞ്ഞിട്ടെന്താ? എന്റെ പേടിയല്ല DCP വന്ന് എന്റെ അച്ഛനോട് ഇതൊക്കെ പറയൂ എന്നുള്ളതാ. അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. എന്നെ കുറിച്ച് അവൻ എന്താ വിചാരിച്ചേ? എന്റെ തല കുനിപ്പിച്ചു കളഞ്ഞില്ലേ അവൻ? അവനെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. ഞാൻ ആരാണെന്ന് അവന് കാണിച്ചു കൊടുക്കാം. എങ്ങനെ വിഷമിക്കാതിരിക്കും? എനിക്കുണ്ടായ അവമാനം എത്രത്തോളമാണെന്ന് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലായില്ലടാ. എന്ത് പറ്റിയടാ? എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? ആ DCP തെണ്ടി പറയുക അവനിപ്പോ ഉടനെ കല്യാണം വേണ്ടെന്ന്. കാര്യം എന്താടാ? ആർക്കറിയാം? എത്രയൊക്കെ ചോദിച്ചിട്ടും പറഞ്ഞു തുളയ്ക്കണ്ടേ അവൻ? അച്ഛൻ ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? എന്താ? അന്ന് കണ്ട ആ ലെറ്റർ എനിക്കാരും തന്നതല്ല. ഇവളുടെ ബോയ് ഫ്രണ്ട് ഇവൾക്ക് എഴുതി കൊടുത്തതാ. അതെ അങ്കിൾ, ആക്ച്വലി എന്താ ഉണ്ടായെന്ന് വെച്ചാ ആ ബുക്സ് എന്റെയാണെന്ന്. മേലാൽ എന്റെ മോളോട് മിണ്ടിപ്പോകരുത്. അച്ഛാ, ഏതായാലും കല്യാണം മുടങ്ങിപ്പോയില്ലേ? ഞാൻ തെറ്റൊന്നും ചെയ്തില്ല എന്ന് അച്ഛന് മനസ്സിലായല്ലോ. നാളെ മുതൽ ഞാൻ കോളേജിൽ പോയിക്കോട്ടെ അച്ഛാ, പ്ലീസ്. എന്താ കാന്തമ്മ മേഡം, നല്ല ഹാപ്പിയിലാണല്ലോ. അപ്പൊ കല്യാണം മുടങ്ങിയല്ലേ? എന്നിട്ടാണോ ഒരു താങ്ക്സ് പോലും പറയാത്തെ? എന്തിനു പറയണം? താൻ തെറ്റിയതിട്ടല്ലേ സോൾവ് ചെയ്യേണ്ടി വന്നത്. ഇതിനത്തെ റിയാക്ഷനോ? ഒറിജിനൽ ഗണ്ണ അയാൾ എന്റെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. അന്നേരത്തെ എന്റെ അവസ്ഥ താനൊന്ന് ആലോചിച്ച് നോക്ക്. ജസ്റ്റ് മിനിറ്റ്. ഹലോ സാർ, 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 സാർ.
സാർ 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 ശരി സാർ സാർ ഓക്കെ സാർ. ആരാ? നമ്മുടെ DCP നമുക്ക് രണ്ടുപേർക്കും വേണ്ടി ലഞ്ച് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഞാനങ്ങ് വരില്ല. വരണ്ട, അല്ലെങ്കിലേ പോലീസുകാർക്ക് സംശയം കൂടുതലാ. സത്യം പറഞ്ഞാൽ വീണ്ടും താനുമായിട്ടുള്ള കല്യാണം ഫിക്സ് ചെയ്യും. അത് മുടക്കം എന്നെ വിളിച്ചേക്കരുത്. ഞാൻ വരുന്നില്ല. പ്ലീസ് 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 പ്ലീസ്. ഐ എം സോറി ബണ്ണി. ഇന്നലെ ഞാൻ നിന്നോട് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടില്ലായിരുന്നു. ആക്ച്വലി ഐ എം എ ജെന്റിൽമാൻ. ഈ ക്രിമിനൽസും പോലീസുകാരും അവരുടെയൊക്കെ ഇടയിലുള്ള ജീവിതമല്ലേ മോശമായി, പാടില്ലായിരുന്നു, മോശമായി പോയി. എനിവേ, യു ആർ മൈ ടു ബ്യൂട്ടിഫുൾ റോസസ്. ഐ എം സോറി. സാരമില്ല സാർ, ഞങ്ങളുടെ സ്നേഹം സാറ് മനസ്സിലാക്കിയല്ലോ, എനിക്കത് മതി. യുനോ മധു, ബണ്ണിയുടെ ക്യാരക്ടർ നിനക്ക് നല്ലതുപോലെ അറിയൂ. തന്നെ പോലെ എടുത്തുണ്ടായ മതി ആ പ്രദേശത്തുള്ള മൊത്തം പെൺകുട്ടികളുടെ ജീവിതം വേസ്റ്റ് ആവാൻ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഫസ്റ്റ് ടൈം നിങ്ങൾ രണ്ടുപേരും എങ്ങനെ കണ്ടുമുട്ടിയത്? ഇഫ് ഇറ്റ്സ് പേഴ്സണൽ then forget it. അങ്ങനെയൊന്നുമില്ല സാർ, ഞാൻ പറയാം. Tell me. അതൊരു ദീപാവലി ദിവസമായിരുന്നു. ഓർഡർ ചെയ്ത പിസ ക്യാൻസൽ ആയി പോയ വിഷമത്തിൽ ഞാൻ റോഡിൽ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ കിലുകിലാന്നൊരു പെണ്ണിന്റെ ശബ്ദം കേട്ടു. അല്ലേ, ഈ പെണ്ണിന്റെ വോയിസ് എത്ര സ്വീറ്റ് ആണെങ്കിൽ അവളെ കാണാൻ എങ്ങനെയായിരിക്കും ആകാംക്ഷയിൽ ഞാൻ തിരിഞ്ഞു നോക്കി. അപ്പൊ ഇരുട്ടത്ത് 2 കുട്ടികളോടൊപ്പം ആ പെണ്ണ് കാറിൽ വന്നിറങ്ങി. എന്നിട്ട് പൂത്തിരിക്ക് തീ കൊളുത്തി. ആ തീപ്പൊരികളുടെ വെളിച്ചം അവളുടെ മനോഹരമായ കാലുകളിലും അവളുടെ അരക്കെട്ടിലും ആ കഴുത്തിലും അവളുടെ ഫേസിലെല്ലായിടത്തും. സിനിമ പഠിക്കാൻ പോയാൽ നന്നായിരിക്കും. എക്സാക്ട്ലി, പോലീസ് ആയതുകൊണ്ടല്ലേ സീൻ പറഞ്ഞപ്പോഴേക്കും ക്യാരക്ടർ പിടിച്ചെടുത്തത്. ആദ്യമായി കണ്ടുമുട്ടിയ സീൻ ചോദിച്ചപ്പോ ഇത്രയും പറഞ്ഞെങ്കിൽ പ്രേമത്തെ കുറിച്ച് ചോദിച്ച എന്തായിരിക്കും? സാർ സിനിമകളൊന്നും കാണാറില്ലേ സർ? No, I don't like movies. അവർ കാണിക്കുന്നെല്ലാം വെറും വിഡ്ഢിത്തങ്ങളാ. അത് ശരിയാ. ഇനി ക്ഷേത്രത്തിലൊരു സീൻ, ഹോട്ടലിലൊരു സീൻ, എയർപോർട്ടിലൊരു സീൻ, ധാരാളം സീൻസ് ഉണ്ട് സാർ. Oh, no need, man. Enough. ഒറ്റ സീൻ. എന്താ മോളെ? ഇപ്പൊ ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ, പിന്നെന്തിനാ വീണ്ടും കല്യാണമൊക്കെ? ആഹാ, അതുകൊണ്ടൊന്നും അല്ല മോളെ. 10-ാം തീയതി നിന്റെ കല്യാണം നിശ്ചയിച്ചതല്ലേ, നാട്ടുകാരോടെല്ലാം പറയുകയും ചെയ്തു. ഇപ്പൊ ഈ കല്യാണം നടന്നില്ലെങ്കിൽ അച്ഛന്റെ അന്തസ്സും അഭിമാനവും എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? അതുപോലെ എന്റെ പഠിത്തം നിന്ന് പോകില്ലേ അച്ഛ? എന്താ ഇത്രയൊക്കെ പഠിച്ചത് പോരെ? അവനും വലിയ പഠിപ്പൊന്നുമില്ലല്ലോ. ആദ്യം അച്ഛൻ പറയുന്നത് കേൾക്ക്. ഇല്ല അച്ഛ, ഞാനിതിനെ ഒരിക്കലും സമ്മതിക്കില്ല. അഹങ്കാരി, സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ കൊന്നുകളയും ഞാൻ. ഈ കല്യാണം നടക്കും. എന്നെ നോക്കി പഠിക്കുന്നു. നോക്ക്, ഈ കുടുംബത്തിൽ കാരണവന്മാരുടെ തീരുമാനങ്ങൾ എന്താണെങ്കിലും അത് മാത്രമേ നടന്നിട്ടുള്ളൂ. എന്റെ മകളെ നീ വേണ്ടെന്ന് വെച്ചതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ അതേ മുഹൂർത്തത്തിൽ തന്നെ അവളുടെ കല്യാണം ഞാൻ നടത്താൻ പോവാ. ഫസ്റ്റ് കാർഡ് അത് നിനക്ക് തന്നെ ഇരിക്കട്ടെ. അതിൽ കല്യാണ മണ്ഡപത്തിന്റെ പേരും സമയവുമുണ്ട്. ആ സമയത്ത് നീ അതിന്റെ ചുറ്റുവട്ടത്ത് പോലും വന്നു പോകരുത്. വണ്ടി എടുക്കടാ. നിന്നെ വിളിക്കുന്നു. ഡാൻസ് ചെയ്യാന്ന് പോയി പറയടാ. ആരാ നോക്ക്. സാറിന് എപ്പോഴാ വന്നേ? ഒരു മിസ് കോൾ വന്നിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു സാർ. ഇത് നോക്ക്. ഹായ്, നല്ല അടിപൊളി കാർഡ്. വേണു വെഡ്സ് മധുമതി. ഈ കല്യാണത്തിന് ഞങ്ങൾ പിസ്സ സപ്ലൈ ചെയ്യണോ സാർ? ശരിക്കും നോക്ക്. ശരിക്കും നോക്കിയ വേണു വെഡ്സ് മധുമതി. എന്റെ
ലവ് മധു മതി. നീ അറിഞ്ഞില്ല? അറിഞ്ഞില്ല സാർ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ എന്ത് ചെയ്യാനാ സാർ? പിസക്കാരൻ. സാർ എന്തെങ്കിലും ചെയ്. ശരി വാ. ഇത് വലിയ കുരിശായല്ലോ. എങ്ങോട്ടാണ്? എങ്ങോട്ടാണ് ആർക്കറിയാം. പോയിട്ട് വേട്ടെ. ഹായ് ബണ്ണി. ഏയ് ഒന്നും വിടാതെ പൊടി. സെന്റി എക്സ്പ്രഷൻ ഉണ്ടാകാൻ നോക്കുമ്പോഴാ. ചേച്ചി അയാളെ വിളിക്കുന്നു. ഹായ് മധു. ഇയാളെന്താ ഇവിടെ? സാർ ഇവിടെ. ഒരു കാര്യം പറയാനുണ്ട്. എന്താ സർ? വാ പറയാം. കമോൺ. സത്യം പറഞ്ഞേക്ക്. എങ്ങനെ പറയുന്നതാ നല്ലത്. സാർ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു സാർ. പറ. അതായത് വൺ സെക്കൻഡ്. യെസ് സർ, സാർ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പോയി. അവൻ നമ്മളെ ചീറ്റ് ചെയ്തു. അവൻ പറഞ്ഞാലേ കള്ളമാണ് സർ. അവൻ കള്ളം പറഞ്ഞതാണെന്നോ? അവനെ എൻകൗണ്ടർ ചെയ്യും. അവനെ കൊല്ല്. അവനോട് ഇരിക്കാൻ പാടില്ല. I want him dead. No explanation. I want him dead. Dead. Sorry. I'm sorry. My beautiful roses, I am very sorry. മൂട് പോയി. എന്നോട് ആരെങ്കിലും കള്ളം പറഞ്ഞാൽ അവനെ കൊല്ലാനുള്ള ദേഷ്യം വരും എനിക്ക്. ഒരു തവണ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ 5 പേരെ എൻകൗണ്ടർ ചെയ്ത് കൊന്നിട്ടുള്ളത്. എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഇതൊന്നും അത്ര വലിയ കാര്യമല്ല. ബണ്ണി, നീ എന്താ പറഞ്ഞോണ്ടിരുന്നത്? എനിക്കറിയില്ല സാർ. വാട്ട്? എനിക്കറിയില്ല സാർ. Let's go. Very good. Let's go. Sir, formalities are complete. Yes, sir. സാർ എന്തിനാ സാർ രജിസ്റ്റർ ഓഫീസിലേക്ക് വന്നത്? ഇന്ന് നിങ്ങളുടെ കല്യാണം. സാർ ഇത് ശരിയാവില്ല സാർ. എന്ത്? സാർ ഇപ്പൊ ഇത് ശരിയാവില്ല സാർ. ഇത്ര പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? ബണ്ണി, ഇപ്പൊ മധുവിനെ നീ കല്യാണം കഴിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഇവിടെ തന്നെ കിട്ടാൻ പോകുന്നില്ല. നിങ്ങളൊരു ഒപ്പിട്ടാ മാത്രം മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാൻ ഇതിനെ സമ്മതിക്കില്ല. എന്ത്? ഇവരെ ഞാൻ തമ്മിൽ സ്റ്റോപ്പ്. ഞാൻ സംസാരിച്ചോളാം. ആവശ്യമില്ലാതെ DCP സാറിനെ ടെൻഷൻ ഉണ്ടാക്കരുത്. സാർ ഒരു 10 മിനിറ്റ് സമയം തരണം സാർ. ലൈഫ് മാറ്റർ അല്ലേ സാർ? പ്ലീസ് സാർ. ഗോ. ഇങ്ങ് വാ. മധു, ഒറ്റ ഒപ്പിന്റെ കാര്യമേ ഉള്ളൂ. നമുക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റും. നീ നന്നായിട്ട് ആലോചിച്ചിട്ട് തന്നെയാണോ ഒപ്പിടാന്ന് വെച്ചാ കല്യാണം? അത് നിന്നെ പോലെ ഒരു പോക്കിരിയായിട്ട്. ആരാടി പോക്കിരി? ശരി മധു, ആ DCPയോട് ഞാൻ തന്നെ ജീവനത്തിൽ സ്നേഹിക്കാന്ന് ഓവറാക്ട് ചെയ്തിട്ടേക്കാ വിശ്വസിപ്പിച്ചത്. ഇപ്പൊ അതൊക്കെ കള്ളായിരുന്നു പറഞ്ഞാൽ അയാൾ എന്നെ കൊന്നുകളയും. പ്ലീസ് മധു, ഒറ്റ ഒപ്പിന്റെ കാര്യമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നീ എന്റെ മുഖം പോലും കാണില്ല. പ്ലീസ് മധു, തനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവാൻ ഞാൻ നോക്കിക്കോളാം. പ്ലീസ്. ഞാൻ ഒപ്പിടില്ല. അതിനേക്കാളും ചായുന്നതാ നല്ലത്. ഏയ്, എന്തിനാണ് നീ എപ്പോഴും ചത്തുകളയും എന്ന് പറയുന്നത്? അത് നിന്റെ അടവല്ലേ? DCPയോട് നിന്നെ ഞാൻ പ്രേമിക്കുന്നു പറയേണ്ടി വന്നു ഇതേ കാരണം കൊണ്ടല്ലേ? അത് നിന്റെ തെറ്റാണ്. അതേടി, അതെന്റെ തെറ്റ് തന്നെയാ. അയാളുമായിട്ടുള്ള കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ നീ ജീവിച്ചിരിക്കുന്നു പറഞ്ഞ എന്റെ മുമ്പിൽ ഒരേ കരച്ചിലായിരുന്നല്ലോ. അത് കണ്ടില്ലെന്ന് അടിച്ചിരുന്നെങ്കിൽ നിന്റെ ഗതി എന്താകുമായിരുന്നു? അതെ, ഞാൻ കാരണം ഒരു പെണ്ണിന്റെ ജീവൻ നശിച്ചു പോകരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നോണ്ടാ. അത് തന്നെയാ ഞാൻ ചെയ്ത തെറ്റും. വെറും ഒരു കയ്യൊപ്പ്. എന്തിനാ അതിനെ വെറുതെ കല്യാണം എന്നൊക്കെ വിചാരിക്കുന്നത്? നാളെ ഏതെങ്കിലും ഒരു വക്കീലിന്റെ അടുത്ത് നിന്ന് ഒരു ഒപ്പ് കൂടിയിട്ട് ഡൈവോഴ്സും ആവും. അത് കഴിഞ്ഞാൽ നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. പ്ലീസ് മധു, ആലോചിച്ച് നോക്ക്. നീ എന്ത് പറഞ്ഞാലും എനിക്ക് അത്രയ്ക്കുള്ള ധൈര്യമൊന്നുമില്ല. ഏയ്, അത്രയ്ക്ക് ധൈര്യമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ പഠിത്തം ലക്ഷ്യം മണ്ണാങ്കട്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്? ഇല്ലെങ്കിൽ പോയി നിന്റെ അച്ഛൻ പറഞ്ഞ കല്യാണം കഴിക്കും. നീ അവിടെ ജീവിച്ചവാടിരിക്കുമ്പോ എന്നെ DCP ഇടിച്ചു കൊന്ന് ശവമാക്കട്ടെ. ആർക്കും ഉപകാരമില്ല. നമ്മൾ രണ്ടുപേരും തീരട്ടെ. നോക്ക് മധു, ഇപ്പൊ താൻ അവിടെ ഒപ്പിടാതെ പോയാ അവിടെ തന്നെ അച്ഛൻ നശിച്ച കല്യാണം നടക്കും. അവനെ കല്യാണം കഴിച്ച് നിന്റെ ജീവിതം അങ്ങനെ നശിപ്പിച്ച് കളയണോ അതോ ഈ ആരും അറിയാത്തുള്ള കല്യാണം കഴിച്ച് ഹാപ്പി ആയിട്ട് പഠിക്കണമെന്നും നീ തീരുമാനിക്കും. നിനക്ക് എന്തും തീരുമാനിക്കാം.
വർഷത്തെ കഷ്ടപ്പാടും കൂടെ അല്ലേ ഉള്ളൂ മോളെ. നമ്മുടെ കുടുംബത്തിലൊരു ഡോക്ടർ ഉണ്ടാവാൻ പോകുന്നു. നോക്ക്, ഈ കുടുംബത്തിൽ കാരണവന്മാരുടെ തീരുമാനങ്ങൾ എന്താണെങ്കിലും അത് മാത്രമേ നടന്നിട്ടുള്ളൂ. അത്രയ്ക്ക് ധൈര്യമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ പഠിത്തം ലക്ഷ്യം മണ്ണാങ്കട്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്? അവരെ കല്യാണം കഴിച്ച് നിന്റെ ജീവിതം അങ്ങനെ നശിപ്പിച്ച് കളയണോ, അതോ ഈ ആരും അറിയാതെയുള്ള കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് പഠിക്കണമെന്ന് നീ തീരുമാനിക്കും. ഞാൻ ഒപ്പിടാം. Congratulations. All the best. Thank you. Wish you a happy married life. Thank you. Come, let's go. ഇവരാരാ സാർ? സാറിന്റെ ഫ്രണ്ട്സാ? എടാ DCP, നീ പോലീസുകാരനോ അതോ കല്യാണ ബ്രോക്കറോ? നോക്കി നിൽക്കാതെ പോയി അവളെ പിടിച്ചിറക്കിക്കൊണ്ടു. മാധു 1/2 മണിക്കൂർ മുമ്പ് വരെ തന്റെ മോളായിരുന്നു. ഇപ്പൊ ഇവന്റെ ഭാര്യ. ഒറ്റ ഒരുത്തം മുമ്പോട്ട് വന്നാൽ പുകച്ചു കളയും. മധുവിന്റെ കൈ പിടിക്കേ. സാർ പിടിക്ക്.